ഹലോ അസ്സലാമു അലൈക്കും. അപ്പം നമ്മളൊരു ബ്രൈഡൽ ഫാൻ ബൊക്കറ്റ് ചെയ്യുന്നതിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. സംഭവം ചെയ്യാനൊക്കെ വളരെ ഈസിയാണ്. മറ്റേ ഫ്ലവർ ബൊക്കറ്റിനെക്കാട്ടിലും ഈസിയാണ് ഫാൻ ബൊക്കറ്റ് ചെയ്യാൻ. പക്ഷേങ്കിൽ കുറച്ചധികം ക്ഷമ വേണം, അത്രയേ ഉള്ളൂ. പിന്നെ അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഫ്ലവർ ബഞ്ചസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ബഞ്ചുമെന്ന് ഫ്ലവർ ഒന്ന് വേറെ ആക്കി എടുക്കണം, അത് പറിച്ചിട്ട് എടുക്കണം. ശ്രദ്ധിച്ച് ചെയ്യുക. ഓവറായിട്ട് വലിക്കുമ്പോൾ എന്താ പറയുക, അതിൻ്റെ ഇതളുകളും സ്റ്റെമ്മും കൂടെ വേറെ വേറെ ആയി പോകും. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് വലിച്ചെടുക്കുക. പിന്നെ ഒരു പ്രീമിയം ബൊക്കറ്റാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ഗോൾഡൻ ബോൾസും ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതും ഒരു ഗോൾഡൻ ബഞ്ചാണ്. അതുമ്പോൾ നമ്മൾ ആ ബോൾസ് സെപ്പറേറ്റ് ആക്കി എടുക്കണം. സിസേഴ്സ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കണം. പിന്നെ നമ്മൾ കേക്ക് മേലൊക്കെ കൊടുക്കുന്ന ടോപ്പറായിട്ട് കൊടുക്കുന്ന ഗോൾഡൻ ബോൾസും ഉണ്ട്, അതുണ്ട്. പിന്നെ ഗോൾഡൻ മറ്റേ ചെറിയ ഫ്ലവർ ഉണ്ട്, ബഞ്ച് ഉണ്ടല്ലോ, എന്താ പറയുക എനിക്കറിയില്ല, ആ സംഭവം ഉണ്ട്. പിന്നെ പറയാനുള്ളത്, മാർക്കറ്റിൽ പലതരം ഫാനുകൾ കിട്ടാറുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള ബ്രാൻഡഡ് ഐറ്റംസും ഉണ്ട്, ലോക്കൽ സംഭവം അങ്ങനത്തവും കിട്ടാറുണ്ട്. അപ്പോൾ നമ്മൾ മാക്സിമം കസ്റ്റമേഴ്സിന് ബഡ്ജറ്റൊന്നും പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ നല്ല ബ്രാൻഡഡ് തന്നെ ഫാൻ എടുക്കുക. കാരണം അത് റീയൂസ് ചെയ്യുന്നതാണല്ലോ. അപ്പോൾ മാർക്കറ്റിൽ നമ്മൾ ക്രാഫ്റ്റിൻ്റെ ഷോപ്പിൽ കിട്ടുന്നതൊക്കെ ലോക്കലാണ്. അപ്പോൾ അങ്ങനെ അല്ലാണ്ട് ബ്രാൻഡഡ് സംഭവം തന്നെ ഒന്നെങ്കിൽ ഓൺലൈൻ ത്രൂ നമ്മൾ ഓർഡർ ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ അത് കസ്റ്റമേഴ്സിൻ്റെ ചോദിച്ചിട്ട് അവർക്ക് ബഡ്ജറ്റ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം അതിനനുസരിച്ച് ചെയ്യുക. അതല്ല കുറഞ്ഞ ബഡ്ജറ്റിൽ ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കുക, അവർക്ക് കാരണം റീയൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഫാൻ എപ്പോഴും കുറച്ച് നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെ എടുക്കാൻ നോക്കുക. അപ്പോഴേ പിന്നെ നമുക്കത് ഒരുപാട് കാലം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. നല്ല സാധനമാണല്ലോ. നമുക്ക് ട്രാവലിങ്ങിലും പിന്നെ ചെറിയ മക്കളുള്ളവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിലും നല്ല ഹെൽപ്ഫുള്ളാണ്. കറണ്ട് പോകുന്ന സമയത്താകുമ്പോഴൊക്കെ നമുക്ക് അത്രയും ഉപകാരമുള്ളൊരു സാധനമാണ്. പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടെന്ന് വിചാരിക്കുന്നത്, ഞാൻ മാക്സിമം എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ പറഞ്ഞുതരാൻ തോന്നുന്നുണ്ട്. പിന്നെ ആരും പെർഫെക്റ്റ് ആയിട്ടെല്ലാം അറിയുന്നവരൊന്നും അല്ലല്ലോ. അപ്പോൾ എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ പറഞ്ഞുതരാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വൈറ്റ് ഫ്ലവറിൻ്റെ മുകളിലാണ് ചെറിയ ഗോൾഡൻ ബോൾസ് കൊടുക്കുന്നത്. അപ്പോൾ അതൊന്ന് ഗ്ലൂ ഗൺ വെച്ചിട്ട് അതൊന്ന് ഒട്ടിച്ചു കൊടുക്കുക ആദ്യം. പിന്നെ അതേപോലെ മറ്റേ ചെറിയ ഗോൾഡൻ ബഞ്ചിൻ്റെ കാല് കുറച്ച് നീട്ടുള്ളതാണ്. അപ്പോൾ അതൊന്ന് മടക്കിയിട്ട് സെറ്റ് ചെയ്യുക. അതുപോലെ കേക്കിൻ്റെ ടോപ്പറിൽ കൊടുക്കുന്ന ഗോൾഡൻ ബോൾസും അതിൻ്റെ തലപ്പ് ഭാഗം ഒന്നും മടക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫാനിൽ ഒട്ടിച്ചു കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ കാല് ഫാനിൻ്റെ കറങ്ങുന്ന ലീഫിൻ്റെ ഉള്ളിൽ പെട്ടിട്ട് ഫാന് കറങ്ങില്ല. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. ഒന്നെങ്കിൽ കട്ട് ചെയ്ത് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നടു മടക്കി കൊടുക്കുക. അതൊക്കെ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് കൊടുക്കുക. പിന്നെ 3 കളർ ബഞ്ചാണ് എടുത്തിട്ടുള്ളത്. ഓഫ് വൈറ്റും ഒരു ലൈറ്റ് ക്രീം കളറും റെഡും. ഇത്രയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ പറയാനുള്ളത്, അത്യാവശ്യത്തിലേറെ ഗ്ലൂ ഗണ്ണ് യൂസ് ആക്കുക. കുറച്ച് ജസ്റ്റ് സ്റ്റിക്കി ആവണ അത്ര ഇല്ലാണ്ട് കുറച്ചധികം ഗ്ലൂ ഗണ്ണ് യൂസ് ആക്കിയിട്ട് ചെയ്യുക. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു കസ്റ്റമറുടെ അടുത്ത് നിന്ന് നമ്മൾ ഇവിടുന്ന് നല്ലോണം പാക്ക് ചെയ്ത് സെക്യൂർ ആക്കിയിട്ട് ബോക്സിലൊക്കെ ആക്കി കൊടുത്ത് അവിടെ എത്തിയപ്പോഴത്തേനും അവർ കുട്ടികൾ ആരോ എടുത്തതോ എന്താ സംഭവം എന്നറിയില്ല, ഫ്ലവർ അതുമൊന്ന് വിട്ട് പോന്നിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എന്താ പറയുക, നമ്മൾ അത്യാവശ്യത്തിലേറെ ജസ്റ്റ് ഒന്ന് പിടിച്ചാലൊന്നും പോരാത്ത രീതിയിൽ അത്യാവശ്യത്തിലേറെ ഗ്ലൂ ഗണ്ണ് ആക്കുക. പിന്നെ കസ്റ്റമറുടെ അടുത്ത് എപ്പോഴും പറയുക, കുട്ടികളൊന്നും പിടിച്ച് വലിക്കണം ഇതാക്കണതൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് പറയുക. കാരണം നമ്മൾക്ക് ക്യാഷ് കിട്ടെങ്കിലും കൂടിയിട്ട് നമ്മളെ വർക്ക് അവരെ കയ്യിൽ കിട്ടിയിട്ട് അവരെ പ്രോഗ്രാം കംപ്ലീറ്റ് ആവണ വരെ നല്ലപോലെ അവരെ കയ്യിലുണ്ട്, അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷനും അതിലാണ് സന്തോഷം. ക്യാഷിനെക്കാട്ടിലേറെ അതാണ് നമ്മളെ ഏറ്റവും വലിയ സാറ്റിസ്ഫാക്ഷന്. പിന്നെ പറയാനുള്ളത്, ഓരോ ഫ്ലവറിനും താഴെ സ്റ്റെം കട്ട് ചെയ്ത് കൊടുക്കണം. എന്നിട്ടാണ് നമ്മൾ ഫാനിൽ ഓരോ ഫ്ലവറും അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫ്ലവർ ഒട്ടി നിൽക്കാൻ പാടാണ്. പിന്നെങ്കിൽ ഫാന് ഫ്രണ്ടും ബാക്കും ശ്രദ്ധിച്ചിട്ട് വേണം ഒട്ടിച്ചു കൊടുക്കാൻ. ഫ്രണ്ട് ഭാഗത്തു നിന്നാണ് നമുക്ക് കാറ്റ് കിട്ടുക. അപ്പോൾ എനിക്ക് തന്നെ ഫസ്റ്റ് ചെയ്തിട്ടൊരു വർക്കിൽ വന്ന അബദ്ധമാണ്. ഞാൻ ബാക്ക് ഭാഗത്ത് ഒട്ടിക്കേണ്ട ഫ്ലവർ ഫ്രണ്ട് ഭാഗത്ത്, പക്ഷേ എങ്കിൽ അത് കസ്റ്റമർക്ക് കൊടുക്കുന്നതിന് മുന്നേ തന്നെ ചെക്ക് ചെയ്ത് അത് പിന്നെ നമ്മൾ ഒന്നും കൂടെ മാറ്റി ഒട്ടിച്ച് കൊടുക്കുക ചെയ്ത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഫസ്റ്റ് തുടക്കക്കാർക്കൊക്കെ അതൊക്കെ നമ്മൾ A to Z വരെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണമല്ലോ. അപ്പോൾ ആ ഒരു ഇതിൽ ഞാൻ പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ അത്യാവശ്യം ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്യുക, അതൊക്കെ തന്നെ ചെയ്യാനുള്ളൂ. പിന്നെ എപ്പോഴും നല്ല ശ്രദ്ധിക്കുക, കാരണം നല്ലോണം കൈ പൊള്ളും. ഗ്ലൂ ഗണ്ണ് ആയതുകൊണ്ട് കുട്ടികളൊക്കെ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ലോണം ശ്രദ്ധിച്ചിട്ട് ചെയ്യുക, നല്ല ക്ഷമയിൽ. പിന്നെ ജസ്റ്റ് വീഡിയോയിൽ കാണുമ്പോൾ നമ്മൾ സ്പീഡിലാണ് കൊടുത്തിട്ടുള്ള വീഡിയോയെങ്കിലും കൂടിയിട്ട് അത് ജസ്റ്റ് ഒന്ന് ഒട്ടിപ്പിടിക്കാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഓരോ ഫ്ലവറും ഗ്ലൂ ഗണ്ണ് അപ്ലൈ ചെയ്തിട്ട് കുറച്ച് നേരം പിടിച്ചു കൊടുക്കുക, എന്നെങ്കിൽ മാത്രമേ അതവിടെ ഇങ്ങനെ ഒട്ടി നിൽക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ കൈ എടുക്കുമ്പോഴത്തേന് അത് താഴെ കൊഴിഞ്ഞു പോകും. അപ്പോൾ കുറച്ച് നേരം ഒന്ന് ഹോൾഡ് ചെയ്ത് കൊടുത്താൽ അത് അവിടെ അങ്ങനെ ഒട്ടി നിന്നോളും.
പിന്നെ എല്ലാ ഫ്ലവറുകളും ഒട്ടിച്ച് കൊടുത്ത് എല്ലാം കംപ്ലീറ്റ് ആയതിനു ശേഷം ഇടയിലൊക്കെ സ്പേസ് ഉണ്ടാവും. ആ സ്പേസിലാണ് നമ്മൾ കേക്ക് ടോപ്പറിൽ വെക്കുന്ന ആ ഗോൾഡൻ ബോൾസ് വെച്ച് കൊടുക്കേണ്ടത് കേട്ടോ. പിന്നെ അതേപോലെ 1-2 ഫ്ലവറുകൾ ഒട്ടിച്ച് കൊടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ഫാൻ ഓണാക്കി ഓഫാക്കി നോക്കണം, അതിൻ്റെ ഇടയിലൊന്നും ലീഫിലൊന്നും തട്ടണില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ ഒക്കെ ചെക്ക് ചെയ്തിട്ടാണ് ഒട്ടിക്കാൻ. പിന്നെ നമ്മൾ ഫാൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഒരു 2 മണിക്കൂർ ഫാൻ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കൊടുന്ന അതേപോലെ ചെയ്യാണ്ട് ഒരു 2 മണിക്കൂർ ചാർജിന് വെച്ചതിന് ശേഷമാണ് നമ്മൾ ബൊക്ക ചെയ്യേണ്ടത് കേട്ടോ. കാരണം വെച്ചാൽ നമ്മളിപ്പോൾ ഇത് കൊണ്ടുപോയാൽ അവർ കല്യാണത്തിനാണ് നമ്മളിത് ചാർജ് ചെയ്യാനൊന്നും നിൽക്കില്ലല്ലോ. അപ്പോൾ അവർക്കത് ബുദ്ധിമുട്ടാവരുത്, കസ്റ്റമറിന് ബുദ്ധിമുട്ടാവരുത്. അപ്പോൾ നമ്മൾ 2 മണിക്കൂർ ചാർജിന് ഇട്ടതിന് ശേഷം ചെയ്താൽ അവർക്കത് യൂസ് ചെയ്യാം, ഡയറക്റ്റ് യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പിന്നെ അധികം ക്രാഫ്റ്റേഴ്സിനും അറിയോ ഇല്ലെന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്കറിയുന്നൊരു ഇൻഫോർമേഷൻ പാസ് ചെയ്യേണ്ടതെന്ന് മാത്രം. നമ്മൾ ഈ സെൻറ്റഡ് റോസ് വെച്ചിട്ട് നമ്മൾ ബൊക്കറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക. അതായത് നമ്മൾ ഈ മൈക്ക് ഉണ്ടല്ലോ, അതൊക്കെ വെള്ളത്തിൽ മുക്കി വെച്ചിട്ട് അധികം ആൾക്കാരും ഫ്രഷ് ഫ്ലവർ അല്ലാണ്ട് സെൻറ്റഡ് റോസ് വെച്ചിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ സെൻറ്റഡ് റോസിൽ വെള്ളം നനവ് തട്ടിക്കഴിഞ്ഞാൽ അതൊരു പശ കണക്കിനാവും. ഒരു എന്താ പറയുക, ഒന്നാകണ്ട് അലിഞ്ഞിട്ട് നമ്മൾ കയ്യിലൊക്കെ ഒട്ടിപ്പിടിച്ചിട്ട് ആകെ പോവാത്തൊരു ഇതിലായിരിക്കും. അപ്പോൾ സെൻറ്റഡ് റോസ് വെച്ചിട്ട് ബൊക്ക ഉണ്ടാക്കുന്നവരായാലും കസ്റ്റമേഴ്സിന് കൊടുക്കുമ്പോഴാണെങ്കിലും അവരുടെ അടുത്തത് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് പറയാം. കാരണം കല്യാണത്തിൻ്റെ ടൈമിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അഥവാ വെള്ളം നനവൊക്കെ തട്ടിക്കഴിഞ്ഞാൽ പിന്നെ ലഹങ്കയിലൊക്കെ ആയിക്കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കുക. പിന്നെ നമ്മൾ ഫാനിൻ്റെ കാലിൽ ഒരു ലേസാണ്, മറ്റേ ജൂട്ട് ലേസാണ് ചുറ്റി കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എനിക്ക് പറ്റണ പോലെ മാക്സിമം ഞാൻ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.